Hi students, SLC IT model examile mail merge ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. Prepare identity cards for students who are participating in the state youth school youth festival using mail merge technique in LibreOffice Writer. The details of the students are given in exam documents folder in home with the name, participant ODS and the sample ID card in same folder with the file idcard.ott. അപ്പോൾ നമ്മളെപ്പോഴും മെയിൽ മെർജിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഈ പറയുന്ന OTT എന്നുള്ള ഫയലാണ്. ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സേവ് ദ ID cards as a single file in exam10 folder in home, giving your register number _ question number as file name. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട ഏതാനും കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡുകൾ LibreOffice റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള participants.ods എന്ന ഫയലിലും തിരിച്ചറിയൽ കാർഡിൻ്റെ മാതൃക ഇതേ ഫോൾഡറിലെ idcard.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ഒറ്റ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഒരു ഫയലാണ്, idcard.ott. അപ്പോൾ പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു, അവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഫയൽ idcard.ott എന്നാണ്. അപ്പോൾ idcard.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് idcard.ott, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഫയലിൽ ഈ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്നുള്ളിടത്താണ് നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് മെനുവിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡാറ്റാബേസ് ടാബാണോ നോക്കുക. അതിനുശേഷം ആഡ് ഡാറ്റാബേസ് ഫയൽ എന്നുള്ളിടത്ത് നമ്മൾ ബ്രൗസ്ന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഫയൽ ഏതാണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ participants.ods. ആ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഇതാ participants.ods എന്നിവിടെ കാണാം. ഈ ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെയിൽ മെർജ് ഫീൽഡിലല്ല സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു, രണ്ടാമത് വീണ്ടും ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു ജസ്റ്റ് മൂവ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുക. നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്ന് കൊടുത്തു. അടുത്തത് നെയിം ഓഫ് ദ കോമ്പറ്റീറ്റിംഗ് ഐറ്റം എന്ന് കൊടുക്കുക. ഇവിടെ അഡ്മിഷൻ നമ്പർ എന്നുള്ളിടത്ത് അഡ്മിഷൻ നമ്പർ എന്ന് സെലക്ട് ചെയ്തു, ഇൻസേർട്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് എന്നുള്ളിടത്ത് സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്തു. പിന്നെ അതേപോലെ ഇത് നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് നെയിം ഓഫ് സ്കൂൾ എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിത് സേവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ എസ് എന്നുള്ളത് കൊടുക്കുക. എസ് എന്നുള്ളതിൽ ഇവിടെ നമ്മളോട് ഔട്ട്പുട്ട് എന്നുള്ളിടത്ത് ഫയൽ എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഹോമിൽ exam10 നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ question number 2 ആണ്. ഗ്രൂപ്പ് 2ലെ ക്വസ്റ്റ്യൻ ആണ്. 2 എന്ന് കൊടുത്തു, സേവ് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ചെറിയ ബോക്സ് വന്നിട്ട് പോകുന്ന കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സേവ് ചെയ്ത ഫയലാണ് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ പ്ലേസസിൽ പോയിട്ട് ഹോമിൽ exam10 ഇവിടെ നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഓരോ പേജിലായിട്ട് ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളവിടെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ ചെയ്ത് വെച്ച ഫയൽ ഇത് ക്ലോസ് ചെയ്യാം. ഡോണ്ട് സേവ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് മെയിൽ മെർജ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ID cards for the students of school Little Kites using mail merge technique in LibreOffice Writer. The details of club members are given in the exam documents folder in home with the file name card.ods and the sample ID card with the file name lkcard.ott in the same folder. Save the ID cards as a single file in exam10 folder in home with your register number _ question number as file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിലെ കുട്ടികൾക്ക് നൽകുവാനുള്ള ID കാർഡ് LibreOffice റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. ക്ലബ് അംഗങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള card.ods എന്ന ഫയലിലും
ID കാർഡിൻ്റെ മാതൃക ഇതേ ഫോൾഡറിൽ lkcard.ott എന്ന പേരിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. lkcard.ott പ്ലേസസിൽ, ഹോമിൽ, എക്സാം ഡോക്യുമെൻറ്റ്സിൽ lkcard.ott ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻസേർട്ടിൽ ഫീൽഡ് സെലക്ട് ചെയ്യുന്നു, മോർ ഫീൽഡ്സ്. ഇവിടെ നമ്മൾ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് card.ods എന്നാണ്. അപ്പോൾ ഇവിടെ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ card.ods എന്നുള്ള ഫയൽ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്തു. ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തു, ID കാർഡ് എന്നുള്ള എടുത്തു. ഇനി നമ്മൾ ഈ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം നെയിം എന്നുള്ളത് സെലക്ട് ചെയ്തു, ഇൻസേർട്ട്, അഡ്മിഷൻ നമ്പർ സെലക്ട് ചെയ്തു. അവിടെയും അഡ്മിഷൻ നമ്പർ കൊടുത്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. ക്ലാസ് ആൻഡ് ഡിവിഷൻ അവിടെയും ഇൻസേർട്ട് കൊടുക്കുന്നു. ഇവിടെ LK ബാച്ച് എന്നുള്ളിടത്ത് അവിടെയും നമ്മൾ ബാച്ച് എന്ന് കൊടുത്തു ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കൊടുത്തു ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യാന്നുള്ളതാണ്. ഫയലിൽ പ്രിൻ്റ് കൊടുത്തു, അവിടെ yes കൊടുത്തു, ഇവിടെ ഫയൽ കൊടുത്തു, ഓക്കെ അടിച്ചു. അവിടെ നല്ല രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ആ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു. 2 എന്നാണ്, ഗ്രൂപ്പ് 2ലെ ക്വസ്റ്റ്യനാണ്. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആ ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്തു വെച്ച ഫയൽ. അതിനായിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുന്നു. ഹോമിൽ exam 10 ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഈ ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് ഡീറ്റെയിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ ഫയൽ ഓപ്പൺ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.